നമസ്കാരം, ഇത് IBN മലയാളം. നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം, 3 പ്രതികളും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ഇവരെ കൊട്ടാരക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി. നഴ്സിംഗ് വിദ്യാർത്ഥി തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശി അമ്മു എസ് സജീവന്റെ മരണത്തിൽ അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പത്തനാപുരം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇവരെ കൊട്ടാരക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഇന്നലെ രാവിലെ പ്രതികളെ പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ജാമ്യം ലഭിച്ച പ്രതികൾ അന്വേഷണം അട്ടിമറിക്കുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കേസിൽ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമവും ചേർത്ത് കേസെടുത്തതിന് പിന്നാലെ അന്വേഷണ ചുമതല DYSP നന്ദകുമാറിന് കൈമാറി. അതേസമയം അമ്മുവിൻ്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ആരോഗ്യമന്ത്രി വീണ ജോർജുമായും കൂടിക്കാഴ്ച നടത്തി. അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി കുടുംബം വ്യക്തമാക്കി. കഴിഞ്ഞ 15-നാണ് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ 4ാം വർഷ വിദ്യാർത്ഥിയായ അമ്മുവിനെ വെട്ടിപ്പുറത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ 3ാം നിലയിൽ നിന്ന് വീണ നിലയിൽ കണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് സഹപാഠികളായ 3 വിദ്യാർത്ഥിനികൾക്കെതിരെ അമ്മുവിൻ്റെ കുടുംബം പോലീസിന് മൊഴി നൽകിയതിന് പിന്നാലെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.